ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെപ്പോഴും ഇൻഡോറൊക്കെ ഇരുന്നാണ് വീഡിയോസ് എടുക്കാറ്, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ. പക്ഷേ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് പുറത്തൊക്കെ ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പം വൈകിട്ടായി, കുറച്ച് വെയിലൊക്കെ താഴ്ന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീഷോ കുർത്തി ഹോൾ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ മീഷോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് അഫോർഡബിൾ ആണെങ്കിൽ പോലും നമുക്കങ്ങനെ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്നതും നമുക്ക് കിട്ടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കുർത്ത സെറ്റിൻ്റെ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണണം. നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുർത്ത സെറ്റാണ്. അതായത് ടോപ്പും പാൻറ്റും കൂടെയുള്ള കുർത്ത സെറ്റിൻ്റെ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക, എന്നാലും ഓരോ ഡ്രസ്സിൻ്റെയും മെറിറ്റും ഡീമെറിറ്റ്സും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് ഈ ബ്ലൂ കളറിലുള്ള അംബ്രല കട്ടായിട്ടുള്ള ഒരു കുർത്തയാണ്. ഇതിൻ്റെ പെയറായിട്ട് വരുന്നത് ഈ കാണുന്ന വൈറ്റ് കളറിലുള്ള, ഏകദേശം ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള പലാസോ ആണ്. ഇതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ടോപ്പ് പ്യുവർ കോട്ടണിൽ വരുന്നതാണ്. പാൻറ് എന്ന് പറയുന്ന ഒരു റയോൺ ടൈപ്പ് മെറ്റീരിയലാണ്, പ്യുവർ കോട്ടൺ അല്ല കേട്ടോ. ഇതിന്റെ നെക്കിലായിട്ട് ഇങ്ങനെ ഒരു ടൈ വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു പ്രൈസിൽ വാങ്ങാൻ പറ്റിയ ഒരു നല്ല ഡ്രസ്സാണ്. ആപ്പിൽ ഈ കുർത്തിക്ക് വരുന്നത് 388 റുപ്പീസാണ്. ഞാൻ ഓഫറൊക്കെ കഴിഞ്ഞ് 350 റുപ്പീസിനാണ് ഈ കുർത്തി വാങ്ങിയത്. റയോൺ ഫാബ്രിക് എന്നാണ് ടോപ്പും ബോട്ടും കൊടുത്തിട്ടുള്ളത്, പക്ഷെ ടോപ്പ് കോട്ടൺ ആണ് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഇതിന്റെ ടോപ്പാണ് ഈ വരുന്നത്. അതിന്റെ പെയറായിട്ട് വരുന്നത് ഈ ഒരു ഗ്രീൻ കളറിലുള്ള പലാസോ ആണ്. ഒരുപാട് വലിയ പലാസോ എന്ന് പറയാൻ, ഏകദേശം സ്ട്രെയിറ്റ് പാൻറ്റിന് പലാസോയുടെ ഇടയിലുള്ള ഒരു കൈൻഡ് ഓഫ് പാൻ്റ് ആണ്. മെറ്റീരിയൽ വന്നിട്ടുള്ളത് കോട്ടൺ ആണ്. പാൻറ്റിന്റെ മെറ്റീരിയൽ റയോണിലാണ് വന്നിട്ടുള്ളത്, കോട്ടണിലല്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടും നല്ല ക്വാളിറ്റിയിലുള്ള കുർത്ത സെറ്റാണ്. ആപ്പിൽ ഈ ഒരു കുർത്ത സെറ്റിന് വരുന്നത് 574 റുപ്പീസാണ്. ലൈവ് സെയിലിൽ 450 റുപ്പീസിനാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിയത്. ടോപ്പിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ റയോൺ അല്ല കേട്ടോ. അപ്പൊ അടുത്ത കുർത്തി ഈ ഒരു ബ്ലൂ കളറിലെ വൈറ്റ് ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ടുള്ള കുർത്തിയാണ്. കുർത്തി സെറ്റാണ്. അപ്പൊ ഇതിനോട് ഈ ടോപ്പ് വരുന്നുണ്ട്, പിന്നെ ഒരു നെറ്റിന്റെ ഷോൾ വരുന്നുണ്ട്. നെറ്റിന്റെ ഷോളിലും ആ ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ ബ്ലൂ കളറിലുള്ള സ്ട്രെയിറ്റ് പാൻ്റ് ആണ്. കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ എന്നാണ് ആപ്പിലുള്ളത്. അവർ പറഞ്ഞ പോലെ തന്നെ കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. അത്ര ഗ്ലേസിങ്ങോ അല്ലെങ്കിൽ ആപ്പിൽ കാണുന്ന പോലത്തെ ഗ്ലേസിങ്ങും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നല്ല. ലൈവ് സെയിലിൽ 450 റുപ്പീസിനാണ് ഞാൻ ഈ ഒരു കുർത്ത സെറ്റ് വാങ്ങിയത്. ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ തന്നെയാണ്, പക്ഷെ ഇതിലുള്ള പോലെ ഗ്ലേസിംഗ് ഒന്നും ഈ മെറ്റീരിയലിനില്ല. അപ്പൊ അടുത്ത് വരുന്നത് ഇങ്ങനെ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ടോപ്പാണ്. നമ്മൾ ആപ്പിൽ പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്, പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ ഫാബ്രിക് പെയിന്റ് കൊണ്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ മൊത്തത്തിൽ ഒരു മെറ്റീരിയൽ ഒരു സോഫ്റ്റ്നെസ് ഒന്നും ഇല്ലാതെ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. എനിക്ക് തോന്നുന്നു ഒരു തവണ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓക്കെ ആവും തോന്നുന്നു. പിന്നെ ഇതിന്റെ കൂടെ വരുന്നത് ഇങ്ങനെ വരുന്ന ഒരു വൈറ്റ് കളർ റയോണിന്റെ തന്നെ ഒരു സ്ട്രെയിറ്റ് പാൻ്റ് ആണ് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷോളും വരുന്നുണ്ട്. രണ്ട് കോൺട്രാസ്റ്റ് കളർ ബ്ലൂ വൈറ്റും ചേർന്നിട്ടുള്ള ഒരു ഷോളും വരുന്നുണ്ട്. നല്ലൊരു ഡ്രസ്സ് തന്നെയാണ്, പക്ഷെ അതിന്റെ മെറ്റീരിയൽ എനിക്ക് അത്ര അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല. കുറച്ച് ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ നനയ്ക്കുമ്പോൾ അത് ചുരുങ്ങാനും ചാൻസ് ഉണ്ട്. പക്ഷെ ഇടാൻ ഓക്കെയാണ്. ഒരു ആവറേജ് പ്രൊഡക്റ്റ് ആണ്. മിക്കവാറും ഞാനിത് റിട്ടേൺ ഒരു സൈസ് എക്സ്ട്രാ വാങ്ങിയിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. മെറ്റീരിയലിന്റെ ആ ഒരു ഹാർഡ്നെസ് ഒക്കെ മാറി സോഫ്റ്റ് ആവും. ഈ ഒരു കുർത്ത സെറ്റും ലൈവ് സെയിലിൽ 350 റുപ്പീസിനാണ് ഞാൻ വാങ്ങിയത്. ഇതിൽ 3 കളേഴ്സ് വരുന്നുണ്ട്, ബ്ലൂ, പിങ്ക് ആൻഡ് യെല്ലോ. ടോപ്പിൻ്റെ മെറ്റീരിയൽ റയോൺ അല്ല, ഞാൻ പറഞ്ഞതുപോലെ കോട്ടൺ ആണ്. പാൻറ്റിൻ്റെ മെറ്റീരിയൽ റയോൺ ആണ് വന്നിട്ടുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ഈ നൈറ കട്ടിൽ വരുന്ന ഒരു കുർത്തയാണ്. ഇതിന്റെ സൈഡിലെല്ലാം നൈറ കട്ടും പോലെ സ്ലിപ്റ്റ് ഉണ്ട്. നെക്ക് വരുന്നത് ഇങ്ങനെയാണ്. സൈഡിലായിട്ട് ഇങ്ങനെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട്. പാൻറ് വരുന്നത് റയോൺ മെറ്റീരിയലുള്ള സ്ട്രെയിറ്റ് പാൻ്റ് ആണ്. മസ്റ്റ് ട്രൈ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത്. ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് 400 റുപ്പീസിനാണ് ഞാൻ ഈ ഒരു കുർത്ത സെറ്റ് വാങ്ങിയത്. 3 കളേഴ്സിൽ അവൈലബിൾ ആണ്.
ആപ്പിൽ ടോപ്പിൻ്റെ മെറ്റീരിയൽ റയോൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ടോപ്പ് വരുന്നത് കോട്ടൺ മെറ്റീരിയലിലാണ്. പാൻറ്റ് മാത്രമാണ് റയോൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ളത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ബ്ലാക്ക് കളറിൽ വൈറ്റ് ത്രെഡ് വർക്ക് വരുന്ന ഈ ഒരു കുർത്തയാണ്. യോക്ക് പോർഷനിൽ എംബ്രോയിഡറി വരുന്നുണ്ട്, കൂടാതെ അതിന്റെ കയ്യിലും ഇങ്ങനെ എംബ്രോയിഡറി വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. അത് പ്യുവർ കോട്ടൺ അല്ല, കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിന്റെ പാൻറ് വരുന്നത് ബ്ലാക്ക് കളറിലുള്ള സ്ട്രെയിറ്റ് പാൻറ് ആണ്. അതിന്റെ താഴെയും ഇതുപോലെ അടിപൊളിയായിട്ട് വർക്ക് വന്നിട്ടുണ്ട്. 500 താഴെ നമുക്ക് വാങ്ങാൻ പറ്റിയ നല്ലൊരു കുർത്ത സെറ്റ് തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മീഷോയിൽ നമ്മൾ ഡ്രസ്സ് വാങ്ങുമ്പോൾ എപ്പോഴും ഒരു സൈസ് കൂടുതൽ വാങ്ങാൻ നോക്കണം. കാരണം മിക്കപ്പോഴും നമ്മളൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് വാഷ് കഴിഞ്ഞിട്ട് സൈസ് വലുതാണെങ്കിൽ മാത്രം നിങ്ങൾ ഓൾട്ടർ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. 450 റുപ്പീസിനാണ് ഞാൻ ഈ ഒരു കുർത്ത സെറ്റ് വാങ്ങിയത്. ഇതിൻ്റെ ടോപ്പും ബോട്ടവും റയോൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ വാങ്ങിയതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു നൈറ കട്ടിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ഉള്ള ഈ ഒരു കുർത്ത സെറ്റാണ്. ഇതിന്റെ യോക്ക് പോർഷനിൽ മിറർ വർക്ക് വരുന്നുണ്ട്, കൂടാതെ അതിന്റെ കയ്യിലും ഇങ്ങനെ ചെറിയ വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ കൂടെ പെയർ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ക്രീം കളറിലുള്ള സ്ട്രെയിറ്റ് പാന്റ് ആണ്. അതിന്റെ താഴത്തെ പോർഷനിൽ നമ്മുടെ ടോപ്പിൽ വന്നിട്ടുള്ള പോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രൈസിൽ നല്ല ക്വാളിറ്റിയിലുള്ള കുർത്ത സെറ്റാണിത്. 450 റുപ്പീസിനാണ് ഞാൻ ഈ ഒരു കുർത്ത സെറ്റ് വാങ്ങിയത്. ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ള പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ്, റയോൺ മെറ്റീരിയലല്ല. പാൻറ്റ് മാത്രമാണ് റയോൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ളത്. എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറിലുള്ള ഒരു കുർത്തയാണ്. ഇതിനും പാൻറ് വരുന്നുണ്ട്. ഇതിന്റെ പാൻറ് എന്ന് പറയുന്നത് ഈ യോക്ക് പോർഷനിലുള്ള വർക്കിന്റെ സെയിം വരുന്ന ഒരു പാൻറ് ആണ്. അത്ര ക്വാളിറ്റി ഉള്ള ഒരു ഡ്രസ്സ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും റെക്കമെൻഡ് ചെയ്യില്ല. ഡ്രസ്സിന് സ്ട്രെയിറ്റ് പാൻറ് തന്നെയാണ് വരുന്നത്. ടോപ്പ് ഒരുപാട് ലെന്ത് ഇല്ല കേട്ടോ, കുറച്ച് ലെന്ത് കുറവാണ്. ബാക്കി നമ്മൾ വാങ്ങിയ എല്ലാ ഡ്രസ്സും നല്ല ലെന്ത് ഉണ്ട്, ഇത് മാത്രം കുറച്ച് ലെന്ത് കുറവാണ്. പക്ഷെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 300 താഴെയാണ്. അപ്പൊ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ടോപ്പും ഒരു പാൻറ്റും കിട്ടുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് തന്നെ നമ്മളൊരു 300 കൊടുക്കേണ്ടി വരും. 300 താഴെ ഒരു കുർത്ത സെറ്റ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണിത്. ലൈവ് സെയിലിൽ 275 റുപ്പീസിനാണ് ഞാൻ ഈ ഒരു കുർത്ത സെറ്റ് വാങ്ങിയത്. ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ മെറ്റീരിയൽ റയോൺ അല്ല, ഒരു പരിപരുത്ത കോട്ടൺ ടൈപ്പ് മെറ്റീരിയലാണ്. ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് ഒക്കെ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതുപോലത്തെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോ ആണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും പറയാത്തതിന്റെ കാരണം ഒരുപാട് ലെങ്തി ആയി പോകുന്ന വെച്ചിട്ടാണ്. പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത് പോയി നോക്കാം. ലിങ്കും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മീഷോയിൽ പോയി ചെക്ക് ചെയ്യാനും പറ്റും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.